Hi friends, എല്ലാവർക്കും നമസ്കാരം. ഉണ്ണീസ് ടെക് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ലേശം പവർ കുറവായിരിക്കൂടെ, രാത്രി ഏകദേശം 2 മണിയാകാറായി. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ സബ്സ്ക്രൈബർമാരിൽ 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സബ്മേഴ്സിബിൾ മോട്ടറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സബ്മേഴ്സിബിൾ മോട്ടറിനെ പറ്റിയിട്ടാണ്, നമ്മുടെ ഓപ്പൺ വെല്ല് സബ്മേഴ്സിബിൾ മോട്ടറും അതേപോലെ തന്നെ സീവേജ് വാട്ടർ പർപ്പസിന് യൂസ് ചെയ്യുന്ന സബ്മേഴ്സിബിൾ മോട്ടറിനെ പറ്റിയുള്ള ഡീറ്റെയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ടൊരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമാകുന്നത് നിങ്ങളുടെ ലൈക്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ അത്ര സുഖമുള്ള മോട്ടറൊന്നും ആയിരിക്കില്ല. കാരണം ഇത് നമ്മളിവിടെ ഉപയോഗിച്ച് അഴിച്ചു മാറ്റി വെച്ചിട്ടുള്ള പമ്പാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് നമ്മളിത് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഓപ്പൺ വെല്ലി സബ്മേഴ്സിബിൾ മോട്ടർ എടുക്കാം. നമ്മൾ കിണറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സബ്മേഴ്സിബിൾ മോട്ടറാണ്. അപ്പോൾ നമ്മളിത് നിലവിൽ നമ്മുടെ ഇവിടുത്തെ ടാങ്കിൽ നിന്ന് മുകളിലേക്ക് അടിച്ച് കയറ്റാനായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു മോട്ടറാണ്. അപ്പോൾ ഇത് നമുക്ക് ഹൈ ഹെഡ് കിട്ടുന്നൊരു പമ്പാണ്. നമുക്ക് നല്ല ആഴത്തിൽ നിന്ന് തന്നെ പമ്പ് ചെയ്ത് കയറ്റുന്ന, അതേപോലെ തന്നെ നല്ല ഹെവി വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അത് ഈ പമ്പിൻ്റെ ഈ പമ്പ് എന്ന് വെച്ചാൽ ഇത് 3 തരത്തിൽ ഈ പമ്പ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഓപ്പൺ വെല്ല് സബ്മേഴ്സിബിൾ മോട്ടർ നിലവിൽ വാട്ടർ കൂൾഡ്, അതേപോലെ തന്നെ ഓയിൽ കൂൾഡ്, പിന്നെ ഇപ്പോൾ നിലവിൽ ഇത് രണ്ടും ഇല്ലാത്ത ടൈപ്പ് നമ്മുടെ ഓപ്പൺ ആയിട്ട് തന്നെ കൂളിംഗ് വരുന്ന ടൈപ്പ് സബ്മേഴ്സിബിൾ മോട്ടറും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വാട്ടർ കൂൾഡായിട്ട് നമുക്ക് വാട്ടർ ഒഴിക്കുന്ന സംവിധാനമുണ്ട്. കാരണം നമ്മുടെ ഈ ലിഫ്റ്റ് ചെയ്യുന്ന 2 ഹുക്ക് ഉണ്ടോ, ഈ ഹുക്കുകൾ നമ്മൾ അഴിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്കാണ് വെള്ളം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഒരു ടെർമിനലുണ്ട് കേട്ടോ, ഇതുണ്ടോ, ഇതിനിട്ട് നമുക്ക് ഇവിടെ നിന്ന് അഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മോട്ടറിലുള്ള ഈ പോയിൻറ്റ് നമ്മൾ അഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വാട്ടർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്നുവെച്ചാൽ മോട്ടർ തണുത്ത് തന്നെ ഇരിക്കാനായിട്ട് നമുക്ക് വേണ്ട, അതായത് നമ്മൾ പുറത്ത് വെക്കുന്ന മോട്ടറിനാകുമ്പോൾ അതിന് ഫാനുണ്ട്. ആ ഫാൻ വർക്ക് ചെയ്ത് മോട്ടറിൻ്റെ ബോഡി നോർമലി കൂളാവും. പക്ഷേ ഇത് നമ്മൾ സബ്മേഴ്സിബിൾ വെള്ളത്തിൻ്റെ അകത്ത് ഇറക്കി വെക്കുന്ന പമ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ വൈൻഡിങ് ഹീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് കൂളാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടി വെള്ളം ഒഴിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടി വെള്ളം ഓവർഫ്ലോ ആവും. അപ്പോൾ നമ്മൾ ഈ നെട്ടും ബോൾട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളം ഈ ബോഡിയിൽ വഴി ഇൻസൈഡിലുള്ള ഈ കണ്ടെയ്നർ വഴി സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ വൈൻഡിങ്ങിലുണ്ടാകുന്ന ഹീറ്റ് നമ്മുടെ പുറത്തെ വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ആകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മോട്ടർ ഹീറ്റ് ആകത്തില്ല. പിന്നെ നമ്മൾ ഈ വെള്ളം ഒഴിക്കാണ്ട് ഈ മോട്ടർ റൺ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ബേണായി പോകും. അപ്പോൾ അതുകൊണ്ട് പുതിയ മോട്ടർ മേടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഈ പോയിന്റിലൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ചെയ്യുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, അത് വാട്ടർ കൂൾഡാണോ ഓയിൽ കൂൾഡാണോ ശ്രദ്ധിക്കുക. ഓയിൽ കൂൾഡാണെങ്കിൽ ഓയിൽ ചേർത്ത് തന്നെ നമ്മൾ ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ സീലും വാഷർ കാര്യങ്ങളെല്ലാം നല്ല പക്ക ടൈറ്റാണെന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം. ഒരു തുള്ളി പോലും പുറത്ത് പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മൾ ഇറക്കി വെക്കുന്ന കിണറ്റിലെ വെള്ളവും മോശമാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മാക്സിമം വാട്ടർ കൂൾഡ് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതായിരിക്കും ഇത്തിരി ബെറ്റർ. പിന്നെ ഈ പമ്പിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ വെയിറ്റ് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ ഒരു ബെൻഡ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെൻഡ് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ബെൻഡിൻ്റെ ഈ അറ്റത്തായിട്ട് നമ്മളൊരു ഫിൽറ്റർ കൂടി വെച്ച് കൊടുക്കും. ഇപ്പോൾ നിലവിലൂടെ പൊട്ടിപ്പോയതാണ്. ഇവിടെ നമ്മളൊരു ഫിൽറ്റർ കൂടി വെച്ച് കൊടുക്കും. ഞാൻ നമ്മുടെ ഇമേജിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ഫിൽറ്റർ കൂടി വെക്കും. ആ ഫിൽറ്റർ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്പൺ വെല്ലിലാണ് ഇത് ഇറക്കി വെക്കണേ. ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലും തടി കഷ്ണമോ അതേപോലുള്ള മറ്റ് എന്തെങ്കിലും കട്ടിയായിട്ടുള്ള സാധനങ്ങൾ ഇമ്പല്ലറിലേക്ക് പോയി ഇമ്പല്ലർ സ്റ്റക്കായി പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പമ്പിൽ വരുന്നൊരു ബെൻഡ് വെച്ചിട്ട് ഈ ബെൻഡ് നേരെ മേളിലേക്ക് വേണമെങ്കിൽ നിർത്താം കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ടാങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്തിരി ചരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ മേളിലേക്ക് വെക്കുകയാണെങ്കിൽ മോട്ടർ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ റൺ ആകുന്ന ഒരു പ്രശ്നം വരില്ല. എന്നാലും പമ്പിൻ്റെ ലെവൽ ഇതിപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ ലെവലല്ലേ ഇരിക്കണേ. ഈ മോട്ടറിൻ്റെ ബോഡി വെള്ളം പറ്റുന്ന സമയത്ത് മോട്ടറിൻ്റെ ബോഡി ടോപ്പിലേക്ക് വരും. അപ്പോൾ ചെറുതായിട്ട് ഹീറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വെക്കുന്ന സമയത്ത് ഇതെന്തായാലും ഈ ബെൻഡ് നേരെ മേളിലേക്ക് വെക്കുക. മേളിൽ വേണം നമുക്ക് ഫിൽറ്റർ ഇടാൻ. ഞാൻ പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതേപോലെ വേണം ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്കൊരു ഹോസ് കൂളർ കണക്ട് ചെയ്യാം. ഇതിപ്പോൾ ഡയറക്റ്റ് ലൈൻ നമ്മൾ PVC ലൈൻ എടുക്കുന്നുണ്ട്. നമ്മൾ കിണറ്റിലേക്ക് ഇടുമ്പോൾ ഒരു ഹോസ് കൂളർ കണക്ട് ചെയ്ത് അതിൻ്റെ ഫ്ലെക്സിബിൾ ഹോസ് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. കണ്ടോ, ഇതും അതേപോലെ തന്നെ ഒരു പമ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ അതിൻ്റെ വയർ നേരെ നമ്മൾ മേളിലേക്ക് വരും. മേളിൽ വന്നിട്ട് നമ്മുടെ കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേളിലാണ് വരുന്നത്. കണ്ടോ,
റെഡ്, യെല്ലോ, ബ്ലൂ. ഇത് കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ മേളിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റും ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് അടുത്തൊരു പമ്പിനെ പരിപാടിപ്പെടാം. ഇത് നമ്മൾ STP കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. STPയിൽ സീവേജ് വാട്ടർ അടിക്കുന്ന പമ്പാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ ഒരു സുഹൃത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അക്കോസ് ടാങ്കിലും ഫ്ലോട്ട് സ്വിച്ചോ എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടെ അറിയാനാണ് ഇതേപോലുള്ള പമ്പുകളൊക്കെ നമ്മൾ നേരെ STP എന്ന് പറയുന്ന അക്കോസിൻ്റെ അതേപോലെയുള്ള വാനിലങ്ങളൊക്കെ അടിക്കുന്ന പമ്പാണ്. അപ്പോൾ ഈ പമ്പിലും ഫ്ലോട്ട് സ്വിച്ചും കാര്യങ്ങൾ കണക്ട് ചെയ്യാറുണ്ട്. ഈ പമ്പ് ഡ്രൈവർ ഉണ്ടാകാതിരിക്കാനായിട്ട് ഫ്ലോട്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എന്താവശ്യമാണ് ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പല പർപ്പസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റേതായ രീതിക്കായിരിക്കും ഇലക്ട്രിക്കലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഫ്ലോട്ട് സ്വിച്ച് ഇന്ന ആവശ്യത്തിന് വേണ്ടി മാത്രമൊന്നുമല്ല, പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ വാട്ടർ അടിക്കുന്ന പോലെയല്ല. ഇതിൻ്റെ ഇമ്പല്ലറും കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ചരിച്ച് വെച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇത്രയും ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് വഴിയിട്ടാണ് നമ്മൾ നേരെ വെള്ളം വലിച്ചെടുത്ത് ഈ ഇമ്പല്ലർ വഴി പോകും. ഈ ഇമ്പല്ലർ വഴി ആണ് അകത്തേക്ക് കയറുന്നത്. ഇത് നമ്മളിവിടെ ഒരു ഈ പമ്പിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. പക്ഷേ ഇതിന് ഫിൽറ്ററും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പക്കയായിട്ട് നമുക്ക് വേസ്റ്റ് അടിക്കാനായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പമ്പാണ്. അതേപോലെ തന്നെ അത്രയ്ക്ക് ഹെവിയാണ്. പിന്നെ നമ്മുടെ ഇമ്പല്ലർ കട്ടിങ്ങും അതേപോലെ തന്നെയാണ്. നല്ലപോലെ കട്ടിയുള്ള വേസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോയാൽ പമ്പ് വെള്ളം എടുക്കാണ്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് ഈ സാധനം എടുത്ത് കളയണം. പിന്നെ ഇതിനകത്തോട് കയറി പോകുന്ന സാധനങ്ങളെല്ലാം അരഞ്ഞ് കലങ്ങി അപ്പുറയോട് വരുള്ളൂ. അതായത് ഇത്രയും ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ കയറിയാൽ പോലും അത് അരഞ്ഞ് നല്ല പരുവായിട്ട് ഇപ്പുറത്തേക്ക് ഈ സൈഡിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇത് സീവേജ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നൊരു പമ്പാണ്. ഇത് നമുക്ക് കിണറ്റിലൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ അടിച്ച വെള്ളം വരികയും ചെയ്യും. പക്ഷേ നമ്മൾ അടിത്തട്ട് കലങ്ങി ഉള്ള ചെളി മുഴുവൻ സംഭവം പൊക്കി എടുത്തിട്ട് ഈ സാധനം പോരത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കിണർ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഈ പമ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് കെട്ടി വെള്ളത്തിൻ്റെ ലെവലിൽ പൊക്കിയൊക്കെ നിർത്തിയാൽ യൂസ് ചെയ്യാം. പക്ഷേ അതിനേക്കാളും നല്ലത് നമുക്ക് ഈ ടൈപ്പ് പമ്പുകൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇത്തിരി കൂടി കറണ്ട് കൺസപ്ഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പമ്പിന്. പക്ഷേ ഇത് മറ്റതുപോലെ തന്നെ നമുക്കിത് കണ്ട ഈ ഒരു നെറ്റ് പോയിൻ്റ് കൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫില്ലാക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അതേപോലെ തന്നെ വാട്ടർ കൂൾഡാണ് ഈ പമ്പും വരുന്നത്. പിന്നെ മറ്റതുപോലെയല്ല, ഇത് ഒരു സിംഗിൾ ഫേസ് കണക്ഷനാണ് വരുന്നത് ഈ പമ്പിൽ. ഇതിൻ്റെ ഇൻസൈഡിലായിട്ട് തന്നെയാണ് ഈ ടോപ്പ് വശത്തായിട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്ററും കാര്യങ്ങളും ഇതിൻ്റെ ഇൻസൈഡ് തന്നെയാണ്. അതെല്ലാം വാട്ടർ സീൽഡായിട്ടുള്ള സംഭവം തന്നെയാണ്. ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് കയറില്ല. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഈ പമ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് പമ്പുകളുടെയും ഡീറ്റെയിൽ അവർക്ക് മനസ്സിലായിട്ടെന്ന് വരുന്നു. അപ്പോൾ സബ്മേഴ്സിബിൾ മോട്ടറിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞില്ല എന്ന് കരുതരുത്. അപ്പോൾ ചോദിച്ച സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറുപടി പറഞ്ഞുതരാം. മറ്റ് പമ്പുകൾ ചെയ്തതുപോലെ തന്നെയാണ് ഈ പമ്പിൻ്റെ കാര്യം വരുന്നത്. കാരണം നമ്മൾ ഹെഡും കാര്യങ്ങളൊക്കെ എത്ര വേണം, എത്ര കിട്ടണം, അതായത് നമ്മൾ കിണറ്റിലെ കാര്യമാണ് ഈ പമ്പിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ കിണറ്റിൽ നിന്ന് എത്ര അടി നമ്മുടെ ഗ്രൗണ്ട് ലെവലിലേക്കുണ്ട്, അതേപോലെ തന്നെ അവിടെ നിന്ന് എത്ര അടി നമ്മുടെ ഓവർ ഹെഡിലേക്കുണ്ട് എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പമ്പുകളും വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ. അപ്പോൾ നമ്മുടെ NRVസും കാര്യങ്ങളൊക്കെ ഇവിടെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതൊക്കെ ഡീറ്റെയിലൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അതായത് കണ്ട ഈ പമ്പ് വ്യത്യസ്തമായിട്ടുള്ളൊരു പമ്പാണ്. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് പുറകെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള പമ്പുകളൊന്നുമല്ല. അതുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മറ്റൊരു പമ്പുണ്ട്. പിന്നെ എയർ ബ്ലോവറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് പുറകെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മൾ ഹൊറിസോണ്ടലിലുള്ള പമ്പുകളാണ് കൂടുതലും കണ്ടുള്ളത്. ഇതിപ്പോൾ വെർട്ടിക്കലി വരുന്ന പമ്പുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പുറകെയുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ മറ്റു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.